ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 24 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 25-ാമത്തെ ശ്ലോകം നോക്കാം. യാന്തി ദേവവ്രതാ ദേവാൻ പിതॄൻ യാന്തി പിതൃവ്രതാ ഭൂതാനി യാന്തി ഭൂതേജ്യാ യാന്തി മദ്യാജിനോപി മാം. ദേവവ്രതാഃ, വിവിധ ദേവതമാരെ പൂജിക്കുന്നവർ, ദേവതാസങ്കല്പങ്ങളെ പൂജിക്കുന്നവർ. ദേവാൻ യാന്തി, ആ ദേവന്മാരുടെ ദേവതകളുടെ പ്രീതി നേടുന്നു. പിതൃവ്രതാഃ, പിതൃക്കളെ പൂജിക്കുന്നവർ. പിതॄൻ യാന്തി, പിതൃക്കളുടെ അനുഗ്രഹം നേടുന്നു. ഭൂതേജ്യ, ഭൂതജാലങ്ങളെ പൂജിക്കുന്നവർ, അതായത് പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങളെ ദേവതകളായി കണ്ട് പൂജിക്കുന്നവർ. ഇത് നാഗാരാധന, ഗോ ആരാധന, അങ്ങനെ തുടങ്ങിയുള്ളവർ. അവർ ഭൂതാൻ യാന്തി, ഈ ഭൂതജാലങ്ങളുടെ ജീവജാലങ്ങളുടെ കൃപ നേടുന്നു. മത് യാജിനാഃ, എന്നെ യജിക്കുന്നവരാകട്ടെ മാം അപി യാന്തി, എന്നെ തന്നെയും പ്രാപിക്കുന്നു. വിവിധ ദേവതാസങ്കല്പങ്ങളെ പൂജിക്കുന്നവർ ഈ ദേവതകളുടെ പ്രീതി നേടുന്നു. പിതൃക്കളെ പൂജിക്കുന്നവർ പിതൃക്കളുടെ അനുഗ്രഹം നേടുന്നു. ഭൂതജാലങ്ങളെ പൂജിക്കുന്നവർ ആ ഭൂതജാലങ്ങളുടെ കൃപ നേടുന്നു. എന്നാൽ പരമാത്മചൈതന്യമായ എന്നെ പൂജിക്കുന്നവർ എന്നെയും പ്രാപിക്കുന്നു. നമ്മുടെ ഉപാസനയ്ക്കനുസരിച്ച ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. വിവിധ ദേവതകളുടെ പ്രീതിക്കായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവർ ആ ദേവതമാരുടെ അനുഗ്രഹം നേടുന്നു. സ്വർഗവാസ ആദികളായ കാമ്യഫലങ്ങൾ ലഭിക്കുന്നു ഈ പുണ്യ കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി. സ്വർഗലോകവാസം പോലെയുള്ള ഫലങ്ങൾ ലഭിക്കുന്നു. അതുപോലെ പിതൃക്കളെയും ജീവജന്തുക്കളെയും ആരാധിക്കുന്നവർക്ക് അതിനു തക്ക ഫലങ്ങൾ ലഭിക്കുന്നു. പിതൃക്കളെ ആരാധിക്കുക എന്നാൽ ബലികർമ്മങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ചിലർ തലമുറകളായി കുടുംബത്തിൽ ചില പിതൃക്കളെ കുടിയിരുത്തി വിളക്ക് വച്ച് പൂജിക്കുന്ന സമ്പ്രദായമുണ്ട്. അതിനാണ് പിതൃക്കളെ പൂജിക്കുക എന്ന് പറയുന്നത്. അവർക്ക് തീർച്ചയായും ആ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. ഭൂതജാലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങളെ ദേവതകളായി കണ്ട് ആരാധിക്കുന്നത്. അതായത് നാഗങ്ങൾ, സർപ്പ ദൈവങ്ങൾ, സർപ്പങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. ഗരുഡൻ തുടങ്ങിയ പക്ഷികളെ ആരാധിക്കുന്നവരുണ്ട്. ഹനുമാൻ, നന്ദികേശൻ തുടങ്ങിയ ഈ ഭൂതജാലങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രകൃതിയിലുള്ള മറ്റ് ജീവജന്തുക്കളെ, ഭൂതജാലങ്ങളെ ദേവതകളായി കണ്ട് ആരാധിക്കുന്നവർ. ഇവയെ ആരാധിക്കുന്നതിലൂടെ അതിനു തക്ക ഫലങ്ങളും ഈ ജീവജാലങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കും. അങ്ങനെ ആരെ വേണമെങ്കിലും, ഏത് ദേവതാസങ്കല്പത്തെ വേണമെങ്കിലും പൂജിക്കുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അതിലെല്ലാം ഈശ്വര ചൈതന്യം തന്നെയാണ് കുടികൊള്ളുന്നത്, അതിലും യാതൊരു സംശയവുമില്ല. അവരെയെല്ലാം പൂജിക്കുക വഴി അവരിൽ നിന്ന് ലഭിക്കുന്ന കൃപ എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെ നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം. എന്നാൽ ഈ ദേവതകളെയൊന്നും ആശ്രയിക്കാതെ നേരിട്ട് പരമാത്മചൈതന്യമായ ഭഗവാനെ ആശ്രയിക്കുന്നവരെ ആകട്ടെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. നേരിട്ട് ഭഗവാന്റെ കൃപ അവർക്ക് ലഭിക്കുന്നു.
അവർ ആത്യന്തികമായി ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.